കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അസമും വാർത്തയാകുന്നുണ്ട്. അവിടുത്തെ മുഖ്യമന്ത്രിയുടെ ചില സ്റ്റേറ്റ്മെന്റ്സ് കൊണ്ട് തന്നെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാറുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള മറുപടികളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, ഹിമന്ത ബിശ്വ ശർമ്മയുടെ ഭാഗത്തു നിന്ന് വരാറുണ്ട്. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു നടപടി അദ്ദേഹം അനധികൃത കുടിയേറ്റത്തിൽ എടുത്തിരിക്കുന്നു. ആ കുടിയേറ്റവുമായി ബന്ധപ്പെട്ട് ആ സംസ്ഥാനം ഇപ്പോൾ രണ്ടായി വിഭജിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. രണ്ടായി വിഭജിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് തട്ടിലായിട്ട് ജനം നിൽക്കുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു ഭാഗത്ത് സർക്കാരും തദ്ദേശവാസികളുടെ ഗ്രൂപ്പുകളും സംഘടനകളും ഒക്കെ വലിയ തോതിൽ ഈ കുടിയൊഴിപ്പിക്കലിനെ അനുകൂലിക്കുന്നുണ്ട്. മറുഭാഗത്ത് നിൽക്കുന്നത് കോൺഗ്രസും AIUDF നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ, റൈജർ ദൾ പോലുള്ള ഇടതു പാർട്ടികൾ, ബംഗ്ലാദേശ് വംശജരായിട്ടുള്ള മുസ്ലിം സംഘടനകളൊക്കെ മറുഭാഗത്താണ്. ഈ രണ്ട് കൂട്ടരും ചേരിതിരിഞ്ഞു നിന്ന് അവിടെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ സംസ്ഥാന ജനസംഖ്യയുടെ 3% മാത്രമുള്ള തദ്ദേശീയ മുസ്ലിമുകളും മിയ ജനസംഖ്യ കയ്യേറിയ വനങ്ങളിലുമൊക്കെ സർക്കാർ ഭൂമികളിലെ ഒഴിപ്പിക്കലിനെ അനുകൂലിക്കുന്നുണ്ട് എന്നുള്ളൊരു വാസ്തവം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. ഈ ബംഗ്ലാദേശി മുസ്ലിമുകൾ അനുദിനം വരുന്ന പുതിയ മേഖലകളാണ് കുടിയൊഴിപ്പിക്കലിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ഈ കുടിയൊഴിപ്പിക്കലിനുള്ള ആവശ്യങ്ങൾ അസമിലെ തദ്ദേശീയരായിട്ടുള്ള ജനങ്ങളുടെ ഭൂമിയും രാഷ്ട്രീയ അവകാശങ്ങളും ഒക്കെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നീക്കമായിട്ടാണ് BJP സർക്കാർ അതിനെ പറയുന്നത്. ഈ രണ്ട് തട്ടിലായിട്ട് നിൽക്കുമ്പോൾ എന്തിനാണ് ഇത്രയും നിർബന്ധം പിടിച്ച് ഹിമന്ത എന്തിനാണ് ഈ ഒരു കുടിയൊഴിപ്പിക്കലിന് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരാം. അത് ഉയർന്നില്ലെങ്കിലേ സംശയമുള്ളൂ. അപ്പോൾ നമുക്ക് ചില കണക്കുകൾ നോക്കാം. സർക്കാർ കണക്കുകൾ പ്രകാരം ഏകദേശം 29 ലക്ഷം ബിഗ വനങ്ങളും സർക്കാർ ഭൂമികളും അസമിൽ കയ്യേറ്റത്തിലാണ്. അതായത് അത് കയ്യേറിക്കഴിഞ്ഞു, ഇത്രയേറെ ഭൂമി കയ്യേറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ ഭൂമികളിൽ ഭൂരിഭാഗവും ബംഗ്ലാദേശി വംശജരായിട്ടുള്ള മുസ്ലിമുകളോ മിയ വംശജരോ ആണ് കയ്യേറിയിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ 1,39,000 ബിഗാസ് ഭൂമി മാത്രമാണ് ഒഴിപ്പിച്ചതെന്നാണ് ഹിമന്ത ബിശ്വ ശർമ്മ, അതായത് അവിടുത്തെ അസം CM പറയുന്നത്. ദരാങ് ജില്ലയിലെ ഗോരുഖുതി മുതൽ ഗോലാഘട്ട് ജില്ലയിലെ ഉറിയംഘട്ട് വരെ കഴിഞ്ഞ 4 വർഷമായിട്ട് അവിടെ കുടിയൊഴിപ്പിക്കൽ നടക്കുന്നുണ്ട്. ഈ ഡ്രൈവുകൾ സംസ്ഥാനത്തെ ഹിന്ദു ഭൂരിപക്ഷ അസംബ്ലി മണ്ഡലങ്ങൾ പിടിച്ചെടുക്കാനുള്ള ബംഗ്ലാദേശി മുസ്ലിമുകളുടെ അപകടകരമായിട്ടുള്ള ചില തന്ത്രങ്ങളൊക്കെ തുറന്നു കാട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് വെറും കയ്യേറ്റമോ അല്ലെങ്കിൽ ഒരു ഭൂമി ജിഹാദോ ഒന്നുമല്ല, തദ്ദേശീയരുടെ രാഷ്ട്രീയ അവകാശങ്ങൾ മാത്രമാണെന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അനധികൃതമായ കയ്യേറി വെച്ചിരിക്കുന്ന ഭൂമി പിടിച്ചെടുക്കുന്നതിനെതിരെയാണ് ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറി പാർത്തിരിക്കുന്ന മുസ്ലിം വംശജരുമായി ചേർന്ന് നിൽക്കുന്നത്. അത് മുസ്ലിം വംശജർ എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ വലിയ അജണ്ടകളുമായിട്ടൊക്കെ കുടിയേറി പാർത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളവരെ അവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടി വരിക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ബാധ്യതയാണ്. അത് മാറ്റി തന്നെയാണ് സർക്കാരിന് അവകാശപ്പെട്ട ഭൂമി കയ്യേറി വരികയും അവിടെ താമസിക്കുകയും അവിടെ നിന്ന് ആവശ്യമില്ലാത്ത പ്രവർത്തനങ്ങളൊക്കെ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിന് നേരെ നമ്മൾ കണ്ണടച്ചു പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നോക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ പറയുന്നത് പോലെ ഇവർ ഹിന്ദു ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലത്തിൽ വന്നുകൊണ്ട് വനമോ സർക്കാർ ഭൂമിയോ ഒക്കെ കയ്യേറും. ഈ പറഞ്ഞ ബംഗ്ലാദേശി മുസ്ലിമുകൾ ഇങ്ങനെ കയ്യേറിയതിന് ശേഷം വൻതോതിലുള്ള കുടിയേറ്റത്തിലൂടെ ജനസംഖ്യ പതുക്കെ വർദ്ധിപ്പിക്കും. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം സ്വാഭാവികമായി എന്ത് സംഭവിക്കും? മണ്ഡലത്തിലെ വോട്ടർമാരാവുകയും ജനസംഖ്യാശാസ്ത്രം, അതായത് ഭൂരിഭാഗം എന്ന് പറയുന്നത് ഇവരാവും. അവിടെ തദ്ദേശീയമായി കാലാകാലങ്ങളായി താമസിച്ചുകൊണ്ടിരുന്നവർ ന്യൂനപക്ഷമാവുകയും ഇവർ ഭൂരിപക്ഷമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാകും. അത് അവിടുത്തെ വോട്ട് ബാങ്കിനെ വരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അവിടുന്ന് സ്വാഭാവികമായും ബംഗ്ലാദേശി മുസ്ലിങ്ങൾ കുടിയേറി അവർ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അവർ ആർക്ക് വേണ്ടി വോട്ട് രേഖപ്പെടുത്തുമെന്നുള്ളത് അരിയാഹാരം കഴിക്കുന്ന ആർക്കും ചിന്തിക്കാവുന്നതൊക്കെയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായിട്ട്
സിഫാസർ, ഗോൾപാറ, ലുംഡിങ്, ബൊർസോള, സോരുപോത്തൻ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഇതൊക്കെ കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് മുഖ്യമന്ത്രി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ മുഖ്യമന്ത്രി ഒരു BJP മുഖ്യമന്ത്രി ആയതുകൊണ്ട് ഇടതുപക്ഷ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും ഇത് ഉൾക്കൊള്ളാൻ വയ്യ. അവർ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ കണ്ണടച്ചു പിടിക്കുകയാണ്. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ഇവിടെ കണ്ണടച്ചു പിടിക്കുന്നത് പോലെ തന്നെ അവിടെയും ഇതേ സംഭവങ്ങൾ ആവർത്തിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു രീതിയിൽ അവിടെ മറ്റൊരു രീതിയിൽ എന്നത് മാത്രമാണ് ആകെയുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി മിയ ജനത എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവരെ മറ്റൊരു പേര് എന്ന് പറയുന്നത് അസാമിയ എന്നതാണ്. അപ്പോൾ അവർ സ്വയം അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇവിടെ രംഗ്പൂർ ജില്ല, രാജ്ഷാഹി, കുമില്ല ഡിവിഷനുകളിലൊക്കെ വന്നിട്ടുള്ള ഈ ബംഗ്ലാദേശി മുസ്ലിം കുടിയേറ്റക്കാരുടെ സന്തതികളാണ് ഈ മിയ ജനത എന്ന് പറയുന്നത്. അസമിലെ ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തോടനുബന്ധിച്ച് 20-ാം നൂറ്റാണ്ടിൽ ഈ വ്യക്തികൾ ബ്രഹ്മപുത്രയുടെ താഴ്വരയിൽ വന്ന് താമസിച്ചുകൊണ്ട് പിന്നീട് അവർ അവിടെ തന്നെ ആവുകയായിരുന്നു. ഇവരൊക്കെ കൂടെ ചേർന്നിട്ടാണ് ഈ പറയുന്ന ഭൂമി കയ്യേറ്റം അവിടെ നടത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഇവർ ഈ ചെറിയ പ്രദേശത്ത് മാത്രമാണ് കയറുന്നില്ല എന്ന് നമുക്ക് സ്ഥിരീകരിക്കുന്നത്. അതായത് ഒരു ചെറിയ ഭാഗം ഒഴിച്ചിട്ട് ബാക്കി ഭൂരിഭാഗം ഭാഗങ്ങളും ഇവർ കയ്യേറിക്കൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷം അവിടെയുണ്ട്. ഒരു മിയ കുടുംബം 100 കണക്കിന് ബിഗാസ് വനഭൂമി കയ്യേറുന്നത് ആ സംസ്ഥാനത്ത് ഉടനീളം എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അതിന്റെ തെളിവുകളൊക്കെ പുറത്തു വന്നതാണ്. ആ കുടുംബം 50 ബിഗാസ് ഭൂമി കയ്യേറിയതും, റെഗ്മ വനത്തിൽ ഒരാൾ 300 ബിഗാസ് വനഭൂമി കയ്യേറിയതും, എറിക്ക നട്ട് തോട്ടം സ്ഥാപിച്ചതും ഒക്കെ ഈ മിയ കയ്യേറ്റക്കാർ. കൂടാതെ ഇവര് ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കൂടാതെ മഞ്ഞൾ തോട്ടം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് 100 കണക്കിന് ഏക്കർ ഭൂമിയാണ് ഇവര് നശിപ്പിച്ചത്. അത് വേറെങ്ങോല ഗോരുഖുതിയിലാണ് ഈ 100 കണക്കിന് ഏക്കർ ഭൂമി നശിപ്പിച്ചിട്ടുള്ളത്. നാഗോണിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ഗോലാഘട്ട് ജില്ലയിലെ വനഭൂമി കയ്യേറാനും ഹിന്ദു ഭൂരിപക്ഷ നിയമസഭാ മണ്ഡലത്തിന്റെ ജനസംഖ്യാശാസ്ത്രം തന്നെ മാറ്റാനും 5000-ത്തിലധികം ആളുകൾ നാഗോൺ, ഹോജായ് ജില്ലകളിൽ നിന്ന് കുടിയേറിയത് എങ്ങനെയാണെന്നോ, ബാർപേട്ടയിൽ നിന്ന് 200 കിലോമീറ്റർ അകലെയുള്ള ആയിരക്കണക്കിന് ബംഗ്ലാദേശി മുസ്ലിമുകൾ 30 കിലോമീറ്റർ അകലെയുള്ള ഒരു റിസർവ് വനത്തിലേക്ക് എങ്ങനെ മാറിയെന്ന് ഈ പറയുന്ന കാര്യങ്ങൾ ഈ മിയ ജനതയുടെ കയ്യേറ്റം അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത്. ഇതിന് സ്വാഭാവികമായും ഇത്തരത്തിലുള്ളവരെ ഒഴിപ്പിക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് സ്വാഭാവികമായിട്ടും ഇടതുപക്ഷം പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അവർ പറയുന്ന പ്രചാരണം എന്ന് പറയുന്നത് ഇവിടെയും ഏത് രീതിയിലാണോ പ്രചരിപ്പിക്കുന്നത് അത്തരത്തിൽ തന്നെയുള്ളതാണ്. അതായത് ഇവർ പറയുന്നത് സർക്കാർ കുടിയൊഴിപ്പിക്കൽ നടത്തുമ്പോഴെല്ലാം ഈ പറയുന്ന ഇടതുപക്ഷ പരിസ്ഥിതി വ്യവസ്ഥയും ഒക്കെ ചേർത്തുകൊണ്ട് അവർ പരിസ്ഥിതി വ്യവസ്ഥ പറയും, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെ കുറിച്ച് പറയും. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് അവർ വലിയ രീതിയിൽ പ്രചാരണം അഴിച്ചുവിടും. ആ പ്രചാരണം അഴിച്ചുവിടുന്നത് ഈ പറയുന്ന കുടിയേറി പാർത്തവരെ, അതായത് കുടിയൊഴിപ്പിക്കാൻ പോകുന്നത് ആരെയാണ് അവരെ ഇവരോട് ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. സർക്കാർ ലക്ഷ്യമിടുന്നത് ബംഗ്ലാദേശി മുസ്ലിമുകളെ മാത്രമാണെന്നാണ് ഇടതുപക്ഷത്തിന്റെ ഒരു പ്രചാരണം. മിയ വിഭാഗക്കാർ മാത്രമാണ് സംസ്ഥാനത്ത് വനഭൂമി കയ്യേറുന്നതെന്നാണ് ഗുവാഹത്തിയിലെ ഗവേഷകനായിട്ടുള്ള ഹൃദയ് ബോറ പറയുന്നത്. ലുംഡിങ്, റെഗ്മ, ഗോൾപാറ, ചപ്പോരി, ഒറാങ് അല്ലെങ്കിൽ കാസിരംഗ എന്നിങ്ങനെ എല്ലാ കയ്യേറ്റക്കാരും തന്നെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ ബംഗ്ലാദേശി മുസ്ലിമുകളാണ്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും കുടിയൊഴിപ്പിക്കലുകൾ അവർക്ക് നേരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കുടിയേറി പാർത്തവരെ അല്ലേ നമുക്ക് കുടിയൊഴിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അതല്ലാതെ താമസിക്കുന്നവരെ നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. അപ്പൊ ഈ ഒരു പ്രചാരണം വ്യാപകമായിട്ട് അവർ അഴിച്ചുവിടുന്നുണ്ട്. യഥാർത്ഥത്തിൽ പ്രളയബാധിതരോ ഭൂരഹിതരോ ആണെങ്കിൽ സർക്കാർ ഭൂമി പതിച്ചു നൽകുന്നതിന് സ്വന്തം ജില്ലകളിൽ അപേക്ഷ നൽകേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അപേക്ഷ നൽകാനൊന്നും ഈ പറയുന്ന ആളുകൾ തയ്യാറായിട്ടുമില്ല. അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അവർ പോയിട്ട് പോലുമില്ല. ഏതൊരു വനത്തിൽ പോയി ആര് കയ്യേറ്റം നടത്തിയാലും കയ്യേറ്റം എന്നുള്ളത് അത് അനുവദനീയമല്ല.
ആ അനുവദനീയമല്ലെങ്കിൽ അത് നടത്തിയ ആൾക്കെതിരെ ഏത് നിയമമാണ് ആ രാജ്യത്തുള്ളത്, ആ നിയമം നടപ്പാക്കുമ്പോൾ അത് അംഗീകരിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നടത്തുന്നത് വെറുതെ ഒരു പ്രചാരണം അഴിച്ചുവിടുകയാണ്. വെറുതെ പ്രചാരണം അഴിച്ചുവിടുക. BJP സർക്കാർ ആയതുകൊണ്ട് അന്ധമായിട്ട് തന്നെ അതിനെതിരെ രംഗത്ത് വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ രംഗത്ത് വരുന്നത് തന്നെയാണ്, അതായത് BJP സർക്കാരുകൾക്കെതിരെ അന്ധമായ വിരോധം മൂലം രംഗത്ത് വരിക, അവർ ചെയ്യുന്ന നല്ല പ്രവർത്തികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും മറച്ചു പിടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ അഴിച്ചുകൊണ്ട് ഇടതുപക്ഷം ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ വന്ന് വലിയ പ്രചാരണങ്ങൾ നടത്തുന്നത് നമ്മൾ ഈ കാലത്തുടനീളം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ വസ്തുതകളിലേക്ക് പോവുകയാണെങ്കിൽ ഒന്ന് നോക്കുക. ഈ പറയുന്ന അനധികൃതമായി കുടിയേറി പാർത്തവർ ബംഗ്ലാദേശികളാണ്. പല രീതിയിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം ഒരു കരുതലോടുകൂടി തന്നെ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മൾ എത്രയോ പേരെ തിരിച്ചയക്കുന്നുണ്ട്. തിരിച്ചയക്കുമ്പോൾ അവരെ സ്വീകരിക്കാൻ തയ്യാറാകാതെ അവിടെ അതിർത്തി അടക്കുന്ന വിഷയങ്ങൾ വരെ ഉണ്ടാകുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന് രാജ്യസുരക്ഷയെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. പലരുടെയും അച്ചാരം കൈപ്പറ്റി ഇവിടെ വന്നുകൊണ്ട് നമുക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ് ഇതിൽ പലരും. അതുപോലും മനസ്സിലാക്കാതെ രാഷ്ട്രീയപരമായിട്ടുള്ള നേട്ടത്തിന് വേണ്ടി മാത്രം ആരോപണം അഴിച്ചുവിടുകയാണ്. എന്തായാലും ഹിമന്ത മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയൊന്നും അദ്ദേഹം ഭയക്കുന്നില്ല. അത് അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന്റെ തലയ്ക്ക് മുകളിലിരിക്കുന്ന മോദി സർക്കാരും അത് ഭയക്കുന്നില്ല. ഇതുമായി തന്നെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്യും.